നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനീഷ്യസ് ജൂനിയറിന് 10 സെക്കൻഡ് കൊണ്ട് ഞാൻ ഇടിച്ചിടും. പറയുന്നത് അർജൻറ്റീൻ താരം പാബ്ലോ മഫിയോ ആണ്. അർജൻറ്റീന താരം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അയാൾ സ്പെയിനുകാരനല്ലേ. സ്പെയിനിൻ്റെ അണ്ടർ-16, അണ്ടർ-17, അണ്ടർ-19, അണ്ടർ-21 ടീമുകൾക്കൊക്കെ കളിച്ച ആൾ, സ്പെയിനിൽ തന്നെ ജനിച്ച ആൾ, സ്പാനിഷ് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്നയാൾ, ഇപ്പോൾ മയോർക്കയ്ക്ക് വേണ്ടി കളിക്കുന്നയാൾ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അർജൻറ്റീനക്കാരനെന്ന് നിങ്ങൾ പറഞ്ഞെന്ന് ചോദിക്കാൻ ചില ആളുകൾ വരുമെന്നറിയാം. എന്നാൽ അർജൻറ്റീൻ ഫുട്ബോളിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാ ആരാധകർക്കും അറിയാവുന്നൊരു കാര്യം, അദ്ദേഹത്തെ ലയണൽ സ്കലോനി സ്ക്വാഡിലേക്ക് വിളിച്ചിരുന്നു വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്ക്. പക്ഷേ ആ സമയത്ത് നമുക്കറിയാമല്ലോ, പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്തായാലും അർജൻറ്റീനയുടെ ടീമിന് വേണ്ടി അദ്ദേഹത്തിന് കളിക്കാൻ എലിജിബിളാണ്. ത്രൂ ഹിസ് മദർ അദ്ദേഹം എലിജിബിളാണ്. വീണ്ടും സ്കലോനിയുടെ കോളപ്പിൽ അദ്ദേഹം ഇടം പിടിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ താരമാണ് ഇപ്പോൾ പറയുന്നത് വിനി ജൂനിയറെ 10 സെക്കൻഡ് കൊണ്ട് താൻ ഇടിച്ചിടുമെന്ന്. മയോർക്കയും റയൽ മാഡ്രിഡും തമ്മിലുള്ള കളി വരാനിരിക്കുകയാണ്. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ സെമി ഫൈനൽ മത്സരം. ആ കളി വരുന്നത് ജനുവരി 9 നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജനുവരി 10 പുലർച്ചെ 12:30 ജിദ്ദയിൽ വെച്ച് റയൽ മാഡ്രിഡും മയോർക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന വരുന്നത്. പക്ഷേ അതങ്ങനെ ഒരു ബോക്സിംഗ് മത്സരം നടക്കുകയാണെങ്കിൽ താൻ ചെയ്യും എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. തങ്ങൾ തമ്മിലൊരു ബോക്സിംഗ് മത്സരം നടന്നാൽ തീർച്ചയായിട്ടും 10 സെക്കൻഡ് കൊണ്ട് താൻ അദ്ദേഹത്തെ ഇടിച്ചിടും എന്നാണ് പാബ്ലോ മഫിയോ പറയുന്നത്. ആദ്യം ആ വാക്കുകൾ നോക്കാം. ഇവർ തമ്മിലുള്ളൊരു വൈരത്തിൻ്റെ കഥയുണ്ട്. അതുകൂടി ചേർത്ത് പറഞ്ഞെങ്കിലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ആദ്യം ആ ഒരു വൈരത്തിൻ്റെ കഥയല്ല, ആദ്യം ഈ പറഞ്ഞ വാക്കുകൾ നോക്കാം, എന്നിട്ട് വൈരം എന്താണെന്ന് നോക്കാം. അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിലാണ് ഇത് സംസാരിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, വിനി ജൂനിയറും നിങ്ങളും തമ്മിലൊരു ബോക്സിംഗ് മത്സരത്തിൽ ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കും? മറുപടി, തീർച്ചയായിട്ടും ഇതിപ്പം ഒരു ഫിക്ഷണലായിട്ടുള്ള കാര്യമാണല്ലോ. പക്ഷെ ഞാൻ വിചാരിക്കുന്നു, അങ്ങനെ ഒരു ഫൈറ്റ് നടന്നാൽ ലോകം മുഴുവനും ഏറ്റവും അധികം ആളുകൾ കാണുന്ന ഒരു ഫൈറ്റായിരിക്കും അത്. എനിക്കുറപ്പുണ്ട് ഞാൻ വിജയിക്കും, ഒരു സംശയവുമില്ല. 10 സെക്കൻഡിനുള്ളിൽ ഞാൻ അദ്ദേഹത്തെ ഇടിച്ചിട്ടിരിക്കും എന്നാണ് പാബ്ലോ മഫിയോ പറഞ്ഞത്. ഇവർ തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നം നമുക്കറിയാമല്ലോ. ലാലീഗയിൽ ഈ രണ്ട് താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ സമയത്ത് പ്രശ്നങ്ങളുണ്ടായി. 2021-22 സീസണിൽ വിനി ജൂനിയറെ ആദ്യം ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ഫൗൾ ചെയ്യപ്പെടുന്നു. പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ അതിനുശേഷം അവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം താൻ വിനി ജൂനിയറുമായിട്ട് സംസാരിച്ചു. ഈ നോൺസെൻസ് നമ്മളിങ്ങനെ കൊണ്ടുപോകേണ്ടതില്ല, അവസാനിപ്പിക്കുകയല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ താനും വിനിയും തമ്മിലുള്ള പ്രശ്നം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി മഫിയോ പറയുകയുണ്ടായി. വിനി പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. വിനിയല്ല, മഫിയോ പറഞ്ഞത്, ഞാൻ വിനിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഈ നോൺസെൻസ് നമുക്ക് ഉപേക്ഷിക്കാം. സംഭവിച്ചത് സംഭവിച്ചു, കഴിഞ്ഞ കൊല്ലം നടന്നൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളതിങ്ങനെ കൊണ്ട് നടക്കുന്നതിൽ ഒരു സെൻസുമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, യെസ് ഒരു പ്രശ്നവുമില്ല, നമുക്കത് ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പം ബേസിക്കലി നല്ല രൂപത്തിലാണുള്ളത്. അൾട്ടിമേറ്റ്ലി അന്ന് സംഭവിച്ച കാര്യങ്ങളൊന്നും ഗുഡ് ഇമേജ് അല്ല എന്നുകൂടി മഫിയോ പറയുന്നുണ്ട്. എന്നാലും വിനിയെ ഒന്ന് ബോക്സിംഗ് റിങ് കിട്ടിയിരുന്നെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് ഇടിച്ചിടാമായിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.